ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എക്സലിൻ്റെ മറ്റൊരു ടിപ്പുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഈഫ് കണ്ടീഷൻ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ലിസ്റ്റും അവർ കിട്ടിയ സ്കോറിൻ്റെ പെർസെൻറ്റേജും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കിതിൽ 50% അല്ലെങ്കിൽ അതിന് മുകളിലോ കിട്ടിയ കുട്ടികളുടെ എല്ലാം ഇതിൽ പാസ്ഡ് ആണെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് വരണം. ഇനി 50% കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ നോ എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യണം. അപ്പം നോർമൽ കേസിൽ നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ ഇപ്പം 15% എന്ന് പറയുന്നത് 50%-ലും കുറവാണ്. അപ്പോൾ അവിടെ നോ എന്ന് പറഞ്ഞാൽ കൊടുക്കും. ഇനി അടുത്തത് 12% എന്ന് പറയുന്നത് 50% കുറവാണ്. അപ്പോൾ അതും ഫെയിലാണ്, നോ. ഇനി 84% എന്ന് പറഞ്ഞാൽ 50%-നെക്കാളും കൂടുതലാണ്. അപ്പോൾ അവിടെ യെസ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് പോവുക. എന്നാൽ ഇത് ഈഫ് കണ്ടീഷൻ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നല്ലേ അത് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങളിവിടെ ഫസ്റ്റ് ഈ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് അതിന് ശേഷം ഈക്വൽ ടു സിമ്പിൾ അടിക്കുക. ഈക്വൽ ടു സിമ്പിൾ അടിച്ചതിന് ശേഷം ജസ്റ്റ് ഈഫ് എന്നുള്ളൊരു കണ്ടീഷൻ യൂസ് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് സ്കോറാണ് ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്കോർ എന്നുള്ള ഈ ഒരു സെല്ല് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50%. 50%-ൽ കൂടുതലോ അല്ലെങ്കിൽ 50%-ഓ ആണെങ്കിൽ എന്നുള്ളതാണ് കണ്ടീഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഫസ്റ്റ് അടുത്തത് ഈ ഒരു കള്ളിയിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ പെർസെൻറ്റേജ് സിമ്പൽ കൊടുക്കുക. ശേഷം ഒന്നുകൂടി സെൻട്രലായിട്ട് പെർസെൻറ്റേജ് സിമ്പൽ കൊടുക്കുക. അതിനുശേഷം ഒരു കോമ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താണ് ഈ കള്ളിയിൽ വരേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു സെല്ലിൽ വരേണ്ടത് അതാണ് അവിടെ കൊടുക്കേണ്ടത്. അത് ജസ്റ്റ് ഡബിൾ കോഴ്സിൽ ഇവിടെ യെസ് എന്ന് പറഞ്ഞിട്ട് ആണ് നമുക്ക് വേണ്ടത്. അതായത് ഈ കണ്ടീഷൻ ശരിയാവുകയാണെങ്കിൽ, അതായത് 50%-ൽ കൂടുതലാണ് ഈ B2 അല്ലെങ്കിൽ ബി എന്നുള്ള റോയിലുള്ള ആ ഒരു വാല്യൂ എങ്കിൽ നമുക്ക് അവിടെ പാസ്ഡ് ആണ്. അപ്പോൾ യെസ് എന്ന് പറഞ്ഞ് വരണം. അടുത്തത് അത് ഫോൾസ് ആവുകയാണെങ്കിൽ, തെറ്റാവുകയാണെങ്കിൽ, ഈ കണ്ടീഷൻ തെറ്റാവുകയാണെങ്കിൽ അവിടെ നമുക്ക് നോ എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്ത് വരണം. ഓക്കെ, അപ്പോൾ അത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്യുക. ശേഷം എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോയിലുള്ള അവിടെ കറക്റ്റായിട്ട് കിട്ടി. 15% ആണ്, അത് നോ ആണ്, അതായത് ഫെയിലാണ്. ഇനി നമുക്ക് ഇത് ഫുള്ള് ഇങ്ങനെ വരണ്ടേ. അപ്പോൾ അതിനെന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഈ ഒരു സെലക്ട് ചെയ്തതിൽ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് കോർണറിൽ ഇവിടെ ഒരു സ്ക്വയർ കാണും, ചെറിയൊരു കുഞ്ഞ് സ്ക്വയർ കാണും. ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഇതേപോലെ മൗസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു മൗസ് പോയിൻ്റർ ഒരു പ്ലസ് സിമ്പിളാവും. ജസ്റ്റ് എന്നിട്ട് അവിടെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ എല്ലാം അതേപോലെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അതായത് 15% നോ, 12% നോ, 84% യെസ്, 34% ഫെയിലാണ്, 66% യെസ് പാസ്ഡ് ആണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇതേപോലെ വാല്യൂസ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ